മക്കളെ, അപ്പൊ സ്കൂളിലൊക്കെ നിങ്ങളുടെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലെ? മക്കൾ ആ സ്ക്രീനിലേക്ക് നോക്കിക്കേ, ഒരു ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ കോളം 1 കൊടുത്തിരിക്കുന്നത് തെർമോസിഡോഫൈൽസ്, ഹാലോഫൈൽസ്, മെത്തനോജൻസ് ആണ്. ഓപ്പോസിറ്റ് ആയിട്ട് കോളം 2 കൊടുത്തിരിക്കുന്നത് സോൾട്ടി ഏരിയ, മാർഷി ഏരിയ ആൻഡ് ഹോട്ട് സ്പ്രിങ്സ് ആണ്. അപ്പൊ ഇത് നമ്മളോട് മാച്ച് ചെയ്യാനാണ് ഏത് ബാക്ടീരിയ എവിടെയാണ് കാണപ്പെടുന്നത് എന്നാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ തെർമോ അസിഡോഫൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹോട്ട് സ്പ്രിങ്സിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഗ്രൂപ്പാണ്. ഇനി ഹാലോഫൈൽസ്, ഹാലോ എന്ന് പറഞ്ഞാൽ സോൾട്ട് ആണ് അല്ലെ? അപ്പൊ സോൾട്ട് ലവിംഗ് ആയിട്ട് ബാക്ടീരിയ എവിടെ കാണപ്പെടുന്നത്? സോൾട്ടി ഏരിയാസിലാണ്. അടുത്തത് മെത്തനോജൻസ് ആണ്, അതായത് ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന മാർഷി ഏരിയാസിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ആണ് നമ്മുടെ മെത്തനോജൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനെയുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ NTSC ആയിക്കോട്ടെ, ഒളിമ്പ്യാഡ് എക്സാംസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ നിങ്ങൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഈ രീതിയിലുള്ള ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. കറക്റ്റ് ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റൂ. നിങ്ങൾ നോർമലി ഒരു സ്കൂൾ എക്സാമിന് പഠിക്കുമ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് ഓരോ ക്വസ്റ്റിനും ആൻസർ എഴുതാൻ വേണ്ടി പഠിക്കുക. നിങ്ങൾക്ക് അവിടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, എന്നാലും മോസ്റ്റ്ലി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താണ് കറക്റ്റ് കോൺസെപ്റ്റ് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും എക്സാമിന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എവിടെ കിട്ടും? ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റാ സോഴ്സസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങളുടെ സിലബസിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം കളക്ട് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ? സോ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇതുപോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിന് ഇപ്പോഴേ നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ സൈലത്തിന്റെ ഫാൽക്കൺ ബാച്ച് എന്ന് പറഞ്ഞാൽ. ഇനി ഈ ഒരു ബാച്ചിനെ പറ്റി നിങ്ങൾ പല വീഡിയോസിൽ കേട്ടിട്ടുണ്ടാവും. അതായത് നോർമൽ നമ്മുടെ ആപ്പ് ക്ലാസ്സസ് പോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. കൂടാതെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സാം സീരീസ് ഉണ്ട്. അതുപോലെ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ട് ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ട് കിട്ടും. സോ ഇതെല്ലാം നിങ്ങളെ കൂടുതൽ കോൺസെപ്റ്റിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടേതായിട്ട് രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാച്ചാണ് ഇതെന്ന് പറഞ്ഞാൽ. ഇനിയും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു ബാച്ചിനെ പറ്റി അറിയാത്ത മക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാച്ചിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഓൾറെഡി നമ്മൾ അതിന്റെ ബാച്ചിന്റെ ലോഞ്ച് ഒക്കെ കഴിഞ്ഞു, നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും വൈകിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അതായത് നിങ്ങൾക്ക് ഇപ്പം നീറ്റ് JEE കിട്ടിയ നിങ്ങളുടെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനൊക്കെ അറിയായിരിക്കും അല്ലെ? അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, വെറുതെ ഒരു +1 ലെവൽ അല്ലെങ്കിൽ +2 ലെവൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചവരായിരിക്കില്ല. വളരെ 6th സ്റ്റാൻഡേർഡ് തൊട്ടേ ഫൗണ്ടേഷൻ സെറ്റാക്കി പഠിച്ചവരായിരിക്കും ഇങ്ങനെയുള്ള റാങ്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇനി വരുന്ന ഒരു റാങ്ക് ഹോൾഡർ നിങ്ങളാവട്ടെ. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. മക്കളെ, താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ നോർമൽ ക്ലാസ്സിനെ എഫക്ട് ചെയ്യാത്ത രീതിയിലായിരിക്കും നമ്മളുടെ ഈ ഒരു ഫാൽക്കൺ ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇപ്പൊ നോർമൽ ഡേയ്സിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആയിട്ട് കിട്ടും അല്ലെ? പക്ഷെ നമ്മുടെ ഫാൽക്കൺ ബാച്ചിന്റെ ക്ലാസ്സസ് വരുന്നത് വീക്കെൻഡ്സിലും അതുപോലെ തന്നെ ഹോളിഡേയ്സിലും ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നോർമൽ ക്ലാസ്സസ് കാണാൻ വേണ്ടി പറ്റും. അതിന്റെ കൂടെ തന്നെ ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പൊ മക്കളെ, എത്രയും പെട്ടെന്ന് നമ്മുടെ ഫാൽക്കൺ ബാച്ചിൽ ജോയിൻ ചെയ്യുക. മിസ് അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. നമുക്ക് അടിപൊളിയായിട്ട് ഇപ്പോഴേ തന്നെ ഫൗണ്ടേഷൻ സെറ്റാക്കി പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്.